അപ്പോൾ നമ്മൾ ചോദ്യം ലാസിയമ ഷുറാഉ അതുപോലെ തന്നെ ലാസിയമ ഷുറായി, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ്, രണ്ട് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യം. അവിടെ കിലാഹുമ സ്വഹീഹാനി, കിലാഹുമ ഖാത്തി ആനി, അൽ അവ്വൽ സ്വഹീഹുൻ, അസാനി സ്വഹീഹുൻ, ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമായിട്ട് നമുക്ക് പറയാം? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ കിലാഹുമ സ്വഹീഹാനി എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരാം. അപ്പോൾ ലാസിയമ ഷുറാഉ എന്നും പറ്റും, ലാസിയമ ഷുറായി എന്നും പറ്റും. അപ്പോൾ ഈ ലാസിയമിന് ശേഷം എന്തെല്ലാം ഇറാബ് പറ്റും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയേണ്ടത് ഇദാ കാന ലിസ്മു ബഅദഹ നക്കിറത്തൻ, ഈ ലാസിയമിന് ശേഷം ഉള്ള പദം നക്കിറയാണെങ്കിൽ ഫയജൂസു ഫീഹിൽ വുജൂഹു സലാസത്തു, അവിടെ 3 ഇറാബുകളും പറ്റും. ജറ് പറ്റും, നിസ്ബ് പറ്റും, റഫ് പറ്റും. ഈ 3 ഇറാബ് പറ്റും. വഹിയ അല തർത്തീബി മിൻ ഹൈസുൽ ഖുവ, ഖുവത്ത് നോക്കുകയാണെങ്കിൽ, ശക്തി നോക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട തർത്തീബ് അനുസരിച്ചാണ്. അതായത് ഏറ്റവും നല്ലത് അവിടെ ജറാണ്, പിന്നെ നല്ലത് റഫ് ആണ്, പിന്നെ നല്ലത് നസ്ബാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ജറ് ചെയ്യലാണ്. ഏതവിടെ 3 പറ്റും. അതേ സമയത്ത് ഇദാ കാനൽ ഇസ്മു ബഅദഹ മഅരിഫത്തൻ, ശേഷമുള്ള ഇസ്മ് മഅരിഫയാണെങ്കിൽ ഫയജൂസു ഫിഹി വജ്ഹാനി, അവിടെ 2 വജ്ഹ് മാത്രമേ പറ്റുകയുള്ളൂ. അൽ ജറു വ റഫ്ഉ, ജറും റഫ്ഉം മാത്രമേ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ലാസിയമ ഷുറാഉ അതേപോലെ തന്നെ ലാസിയമ ഷുറായി റഫ്ഉം ജറുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ രണ്ടും പറ്റുന്ന ഒരു സന്ദർഭമാണ്. ലാസിയമ ഷുറാഉ റഫ് പറ്റും, മാരിഫയാണ്. ലാസിയമിന് ശേഷം മാരിഫയാണല്ലോ, മാരിഫയാകുമ്പോൾ റഫ് പറ്റും, ജറും പറ്റും, നസ്ബ് മാത്രമേ പറ്റാത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഇറാബ് നമുക്ക് പറയാം. ആദ്യം മിസാലു നക്കിറത്തി, നക്കിറയുടെ നക്കിറയാണെങ്കിൽ 3 ഇറാബും പറ്റും. റഫ്, നസ്ബ്, ജറ് 3 ഇറാബും പറ്റും. മാരിഫയാണെങ്കിൽ നസ്ബ് പറ്റില്ല, ജറും റഫും മാത്രമാണ് പറ്റുക. ഇനി മാരിഫിൻ്റെ ശേഷവും നസ്ബ് പറ്റുമെന്ന് വാദിച്ചവരും അതിന് ന്യായം പറഞ്ഞവരൊക്കെ ഉണ്ട്. പ്രബലമായ അഭിപ്രായ പ്രകാരമാണ് നസ്ബ് പറ്റൂല എന്ന് പറഞ്ഞത് കേട്ടോ. പ്രബലമില്ലാത്ത അഭിപ്രായ പ്രകാരം നസ്ബ് പറ്റും എന്ന് പറഞ്ഞവരും അതിന് ന്യായങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം മിസാലു നക്കിറത്തി, നക്കിറയുടെ ഉദാഹരണം. ഉഹിബ്ബു സുക്നൽ ഖുറ ലാസിയമാ ഖറിയത്തിൻ അലൻ നീലി. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, സുക്നൽ ഖുറ ഗ്രാമങ്ങളിൽ താമസിക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഖുറ എന്ന് പറഞ്ഞാൽ ഖറിയത്തിൻ്റെ ജമ്മാണ് ഖുറ. അപ്പോൾ ഗ്രാമങ്ങളിൽ താമസിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ലാസിയമാ ഖറിയത്തിൻ പ്രത്യേകിച്ച് ഒരു നാട്. എങ്ങനത്തെ നാട്? അലൻ നീലി, നെയിൽ നദിയുടെ തീരത്തുള്ള നാട്, നെയിൽ നദിയുടെ തീരത്തുള്ള ഗ്രാമം. ഈ ഗ്രാമത്തിൽ താമസിക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മൊത്തത്തിൽ എല്ലാ ഗ്രാമത്തിലും താമസിക്കാൻ ഇഷ്ടമാണ്, പ്രത്യേകിച്ചും നെയിൽ നദിയുടെ തീരത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അവിടെ ജറാണ് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ ലാസിയമ കറിയത്തുൻ എന്ന് റഫ് കൊടുത്തുകൊണ്ടും ലാസിയമ കറിയത്തൻ എന്ന് നസ്ബ് കൊടുത്തുകൊണ്ടൊക്കെ കാണാൻ പറ്റും. ഈ 3 പറ്റും. കാരണം കറിയത്ത് എന്നുള്ള പദം നെക്കിറയാണല്ലോ. നെക്കിറയാകുമ്പോൾ നമ്മൾ പറഞ്ഞു, നെക്കിറയാകുമ്പോൾ 3 രൂപവും ഇവിടെ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഈ 3 രൂപം പറ്റുമ്പോഴും അതിൻ്റെ ഇറാബ് ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ജറ് പറ്റുമ്പോൾ എങ്ങനെയാണിത് പറ്റുക, അതിന് ഇറാബ് എങ്ങനെ പറയാം എന്നുണ്ടാവും.
അപ്പോൾ ജെറ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഉഹിബു സുക്കിനിൽ ഖുറാ, അതൊക്കെ നമുക്കറിയാലോ. സാധാരണ ഉഹിബു എന്നുള്ള മുതാരിയ ഫീലാണ്. ലായറത്താലമ്പത്തുകൊണ്ട് റഫ്. ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തിനെ ഇഷ്ടപ്പെടുന്നു? സുക്കിനൽ ഖുറാ, ഗ്രാമത്തിലുള്ള താമസത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ സുക്കിന എന്ന പദം അത് മഫ്ഊലാണ്. ഉഹിബു എന്നതിൻ്റെ മഫ്ഊലാണ് സുക്കിന എന്നുള്ളത്. ആ സുക്കിന എന്ന മഫ്ഊലിന് എങ്ങനെയാണ് നസ്ബ് ഉണ്ടാവുക എന്ന് പറഞ്ഞുതരാം. സുക്കിന എന്നതിന് നസ്ബ് എങ്ങനെയാണ്? അതിൻ്റെ അലാമത്ത് അതെ മുക്കദ്ദറിലാണ് ഇറാബ് ഉണ്ടാവും കേട്ടോ. മുക്കദ്ദറിലാണ്. കാരണം സുക്കിന എന്നുള്ളത് നമ്മളെ അവസാനം അലിഫ്, അതുപോലെ തൊട്ട് മുമ്പ് ഫത്തഹ വന്ന മഖ്സൂറായ ഇസ്മ, മങ്കൂസല്ല മഖ്സൂറായ ഇസ്മാണ്. അപ്പോൾ അതിന് അവസാനത്തെ അലിഫുമ്മൽ മുഖദ്ദറായ ഫത്തഹത്ത് കൊണ്ടാണ് നസ്ബ് ഉണ്ടാവുക. പിന്നെ സുക്നൽ ഖുറാ, ഗ്രാമങ്ങളിൽ താമസിക്കലിനെ. ഖുറാ എന്നുള്ളത് മുദാഫിലേഹിയാണ് കേട്ടോ. സുക്നൽ ഖുറാ മുദാഫിലേയാണ്. ആ മുദാഫിലേക്ക് ജെറ് ഉണ്ടാവും. അതും അവിടെ എങ്ങനെയാണ്? തഖ്ദീറിലാണ് ഉണ്ടാവുക. അവസാന അലിഫുണ്ട്. ആ അലിഫുമ്മൽ മുഖദ്ദറായ കസറത്ത് കൊണ്ടാണ് അവിടെ ജെറുള്ളത്. അപ്പോൾ ഇതായിട്ട് ഞാൻ ഗ്രാമങ്ങളിലുള്ള താമസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ലാസിയമ കറിയത്തിൻ, ഇവിടെ ലാ എന്നുള്ളത് നമ്മൾ ഇന്നലൊക്കെ പറഞ്ഞതുപോലെ ജിൻസിനെ നെഫി ചെയ്യുന്ന ലായാണ് ഈ ലാ എന്നുള്ളത്. സിയ എന്നുള്ളത് ആ ലാൻ്റെ ഇസ്മാണ്. ലാൻ്റെ ഇസ്മാകുമ്പോൾ നമുക്കറിയാം ഫത്തഹിൻ്റെ മേൽ മബനിയായിട്ടാണ് അതിനുപയോഗിക്കുക. അതിൻ്റെ മഹല്ല് നസ്ബായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഇന്നലെ പഠിച്ചത്. മഹല്ല് നസ്ബായിരിക്കും, പക്ഷേ ആ പദം ഫത്തഹിൻ്റെ മേൽ മബനിയായിരിക്കും. ആ സുക്നയെ ഖുറയിലേക്ക് ഇളാഫത്ത് ചെയ്തു. അവിടെ തക്ദീറിലാണ്. അതെ. ഇനി വേണമെങ്കിൽ സിയ എന്ന പദത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൻസൂബാണ്, ലോയർത്തായ ഫത്തഹത്തോട് നസ്ബ് എന്നും വേണമെങ്കിൽ പറയാം. അതെപ്പോഴും പറയാം? ഈ മാ എന്നത് മുദാഫിലേക്ക് വെക്കുമ്പോഴാണ്. സിയ എന്നതിനെ മാ എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തു. അങ്ങനെ മുദാഫാണ് സിയ എന്ന് വരുമ്പോൾ, മുദാഫാകുമ്പോൾ നമ്മൾ മബ്നിയാക്കാൻ പറ്റുക എന്ന് പറഞ്ഞില്ലേ? അവിടെ ലോയർത്തായ ഫത്തഹത്തോട് നസ്ബന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ സിയ എന്നുള്ളത് തന്നെയാണ് ഫത്തഹിൻ്റെ മേൽ ഫത്തഹത്ത് കൊണ്ട് നസ്ബന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി മാ എന്നുള്ളത് എങ്ങനെ നസ്ബ് കൊടുക്കൽ എങ്ങനെയായിരുന്നു? ആവുമ്പോൾ മുലാഫോ അല്ലെങ്കിൽ അതെ മുലാഫോ ഷിബു മുലാഫോ ആകുമ്പോൾ നസ്ബ് ഉണ്ടാവും. ബാക്കി സന്ദർഭങ്ങളിൽ മബ്നിയാണ് ആവുക. അത് മുഫ്രദായ ഇസ്മ അല്ലെങ്കിൽ ജമ്മു തക്സീറൊക്കെ ആണെങ്കിൽ ഫത്തഹിൻ്റെ മേൽ മബ്നിയാണ്. മുസന്നയോ ജംഅ് മുദക്കർ സാലിമൊക്കെ ആണെങ്കിൽ യാഇൻ്റെ മേൽ മബ്നിയാണ്. ജംഅ് മുഅന്നസ് സാലിമാണെങ്കിൽ അത് ഫത്തഹിൻ്റെ മേലിലോ അല്ലെങ്കിൽ കസറിൻ്റെ മേലിലോ മബ്നിയാണ്. രണ്ട് രൂപത്തിലും പറ്റും. മുലാഫോ ഷിബു മുലാഫോ ആകുമ്പോൾ നസ്ബൻ ഉണ്ടാകും. അവിടെ സി എന്നുള്ള പദം മായിലേക്ക് ലാഫത്ത് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ആണെങ്കിൽ സിയ എന്നുള്ളത് ഫത്തഹത്ത് കൊണ്ട് നസ്ബാണുള്ളത് കേട്ടോ. അപ്പോൾ മാ എന്നുള്ളത് മുദാഫിലേഹി ആണ് നോക്കാം. ഇനി മുഹമ്മദ് ഖറിയത്ത് എന്നുള്ളത് അതൊന്നെങ്കിൽ കളയപ്പെട്ട മുബത്തദിൻ്റെ ഖബറാണ് എന്ന് വെക്കണം, അല്ലെങ്കിൽ മുദാഫിലേഹി ആണെന്ന് നോക്കാം. അതന്നെ. അപ്പോൾ അത് രണ്ടാമത്തെ ഓപ്ഷനാണ് ഒക്കെ വരുന്നത്, ഖബറാക്കുന്നത് കേട്ടോ. ഇവിടെ ഖറിയത്തിൻ എന്ന് വായിക്കുമ്പോൾ അവിടെ പിന്നെ മുദാഫിലേഹിയായിട്ട് വരാം. അവിടെ അടിയിൽ എഴുതി കൊടുത്ത് കാണാം മാ എന്നുള്ളത് ഒന്നുകിൽ സായിദിയാക്കി വെക്കാം. മാ എന്നുള്ളത് സായിദിയാക്കി വെക്കാം.
മാ എന്നുള്ള സായിദിയാക്കി വെക്കുമ്പോൾ മാ എന്നുള്ളത് രണ്ടെണ്ണം പറ്റും. മാ സായിദിയാക്കാനും പറ്റും, മൗസൂലാക്കാനും പറ്റും. മാ എന്നുള്ളതേ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്, മാ ഒന്നിൽ സായിദിയാക്കി വെക്കാം. തൽക്കാലം ഒന്ന് മാത്രം നമുക്ക് പറയാം, എല്ലാം കൂടി പറഞ്ഞാൽ തിരിയാത്ത പ്രശ്നം വരും. മാ എന്നുള്ളത് സായിദിയാക്കി വെക്കാം. മാ എന്നുള്ള സായിദ. മാ സായിദിയാകുമ്പോൾ പിന്നെ സിയ എന്നുള്ളത് എന്താണ്, ഫത്തഹിൻ്റെ മേലും അഭിനയാട്ടോ. മുലാഫിലിയാന്നാക്കാൻ പറ്റില്ല, ഫത്തഹിൻ്റെ മേലും അഭിനയം. പിന്നെ കറിയ എന്നുള്ളത് അല്ല, ഫത്തഹിൻ്റെ അഭിനയല്ല, ഫത്തഹ് കൊണ്ട് നെസ്ബൻ ഉണ്ടാവുക. കാരണം വെച്ചാൽ കറിയത്ത് മുലാഫിലിയാണ്, കറിയത്ത് മുലാഫിലിയാണ്. അപ്പോൾ സിയനെ കറിയത്തിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് സിയക്ക് നെസ്ബ് വായർത്ത ഫത്തഹുകൊണ്ട് നെസ്ബന്നെ ഉണ്ടാവുക. അപ്പോൾ കറിയത്ത് മുലാഫിലിഹി. പിന്നെ വ ഖബറു ലാ മഹദൂഫുൻ തഖ്ദീറു മൗജൂദുൻ. കണ്ടില്ലേ, അപ്പോൾ ലാൻ്റെ ഖബർ കളയപ്പെട്ടാണ്. ഈ സിയ എന്ന വാക്കിൻ്റെ അർത്ഥം മിസ്ൽ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ലാ മിസ്ല കറിയത്തിൻ, ഒരു ഗ്രാമത്തിൻ്റെ മിസ്ൽ ഇല്ല, എന്തില്ല, മൗജൂദുൻ, മൗജൂദില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ലാൻ്റെ ഖബറോടെ കളയപ്പെട്ടാണ്. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ലാസിയമ കറിയത്തിൻ എന്ന് വായിക്കുമ്പോൾ എങ്ങനെ ഖബർ ചെയ്യും. ലാ എന്നുള്ളത് ഇസ്മിന് നെസ്ബ്, ഖബറിന് റഫും ചെയ്യും. അപ്പോൾ കളയപ്പെട്ട മൗജൂദുൻ എന്ന ആ ഖബറിന് എന്താണ് റഫ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ജറായിട്ട് വായിക്കുമ്പോൾ ഇറാബ് എന്താ പറഞ്ഞത്? ലാ എന്നുള്ളത് തെബിരിയത്തിൻ്റെ ലാ, ജിൻസിൻ്റെ എഫ് ചെയ്യുന്ന ലാ. സിയ എന്നുള്ളത് ലാൻ്റെ ഇസ്മാണ്, അത് ഫത്തഹിൻ്റെ മേൽ ഫത്തഹത്ത് കൊണ്ട് നെസ്ബാണ്, കാരണം മുലാഫാണല്ലോ. കറിയത്ത് എന്നുള്ള മുലാഫിലിയാണ്. ഇടയിൽ മാ വന്നിട്ടുള്ളത് സായിദിയാണെന്ന് നോക്കുക. സിയനെ കറിയത്തിലേക്ക് ലാഫത്ത് ചെയ്തു, അപ്പോൾ അതുകൊണ്ട് വാഹരത്തായ ഫത്തഹത്ത് കൊണ്ട് നെസ്ബ്. ലാൻ്റെ ഖബർ കളയപ്പെട്ടാണ്. അപ്പോൾ ലാസിയമ കറിയത്തിന് പ്രത്യേകിച്ച് ഒരു നാട്, എങ്ങനെയുള്ളതായ നാട്? അലൻ നീലി, നെയിൽ നദിയുടെ തീരത്തുള്ളതായ നാട്. അപ്പോൾ ഈ അലൻ നീൽ എന്നുള്ള ജാറ് മജ്റൂർ സിഫത്തായിട്ടാണ് വന്നിട്ടുള്ളത്, ഈ കറിയയുടെ സിഫത്ത്. പ്രത്യേകിച്ച് ഒരു നാടാണ്. എങ്ങനത്തെ നാട്? അലൻ നീലി, നെയിൽ നദിയുടെ തീരത്തുള്ളതായ നാട്. അപ്പോൾ അലൻ നീൽ എന്നുള്ള ജാറ് മജ്റൂർ സിഫത്താണ്, ഈ കറിയത്തിൻ്റെ സിഫത്താണ്. ഇനി മറ്റൊരു വായനയാണ് ഒഹിബു സുക്കുനിലെ ഖുറാ ലാസിയമ കറിയത്തുൻ എന്നുള്ളത്. അങ്ങനെ കറിയത്തുൻ എന്ന് വായിക്കുമ്പോൾ അവിടെ ഇറാബ് എങ്ങനെയാണ്? അവിടുത്തെ മാ എന്നുള്ളത് നക്കിറത്തുൻ മൗസൂഫത്തുൻ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ലി ജരിൻ മുലാഫിലിഹി. ഈ ലാസിയമത്തെ ഈ മാ എന്നുള്ളത് എന്താണ് നോക്കണം? മൗസൂഫായ നക്കിറയാണ്, അതായത് ഷെയ്ഉൻ എന്ന അർത്ഥത്തിനുള്ള ഒരു ഇസ്മ. അതിനുശേഷം വസ്ഫ് അതിനൊരു സിഫത്ത് പറയും. അപ്പോൾ ഇതൊരു മൗസൂഫാണ്, മാക്കൊരു സിഫത്ത് പറയും. ഈ മാൻ്റെ അർത്ഥം ഷെയ്ഉൻ എന്നർത്ഥം. അപ്പോൾ ലാ സിയ ഷെയ്ഇൻ എന്നായിപ്പോൾ മാ എന്നതിന് പകരം ഒരു ഷെയ് എന്ന് വെക്കുകയാണെങ്കിൽ ആ ഷെയ്ഇൻ്റെ അർത്ഥത്തിനാണ് മാ വന്നിട്ടുള്ളത്. അപ്പോഴാണ് മൗസൂഫായ നക്കിറ എന്ന് പറയാം. അപ്പോൾ അതിനർത്ഥം എന്തായി? ലാ സിയ ഷെയ്ഇൻ, ഒരു ഷെയ്ഇന് തുല്യമായിട്ടില്ല, ഒരു ഷെയ്ഇന് തുല്യമായതില്ല. എന്നിട്ട് പറയാണ് പിന്നെ കറിയത്തുൻ. ഈ കറിയത്തുൻ എന്നുള്ളത് ഖബറുൻ ലി മുബ്തദഇൻ മഅദൂഫിൻ, കളയപ്പെട്ട മുബ്തദ ഖബർ. അപ്പോൾ ലാ സിയ ഷെയ്ഇൻ എന്ന് പറഞ്ഞല്ലോ, ഒരു ഷെയ്ഇന് തുല്യമായതില്ല. എങ്ങനത്തെ ഷെയ് ആണ്? ഹിയ കറിയത്തുൻ, ആ ഷെയ്ഉൻ ഉദ്ദേശം എന്താണ്? കറിയത്തുൻ ഒരു നാടാണ്, അങ്ങനെയുള്ളതായ ഷെയ്. അപ്പോൾ ഈ ജുംല ഹുവ കറിയത്തുൻ അല്ലെങ്കിൽ ഹിയ കറിയത്തുൻ എന്നുള്ള കളയപ്പെട്ട മുബ്തദവും ഈ കറിയത്ത് എന്ന ഖബറോട് കൂടെയുള്ള ജുംല ആണ് മാ എന്നതിൻ്റെ സിഫത്ത്. മാ മൗസൂഫാണെന്ന് പറഞ്ഞല്ലോ, മാക്കൊരു സിഫത്ത് വരാൻ പോകുന്നുണ്ട് പറഞ്ഞല്ലോ. ആ സിഫത്ത് ഏതാണ്? ഹുവ കറിയത്തുൻ എന്നുള്ള ആ കളയപ്പെട്ട മുബ്തദവും കറിയത്ത് എന്ന ഖബറോട് കൂടെയുള്ള ജുംലയാണ് മാൻ്റെ സിഫത്ത്. ഇവിടെയും ഖബർ കളയപ്പെട്ടാണ്, ലാൻ്റെ ഖബർ കളയപ്പെട്ടാണ് മൗജൂദുൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? കളയപ്പെട്ട മുത്തൻ്റെ ഖബറായിട്ടാകുമ്പോൾ കറിയത്തുൻ എന്ന് വായിക്കാം. ഇനി വേറൊരു നക്കിറ വന്ന് മൂന്ന് പറ്റും. ഞാൻ മൂന്ന് പറ്റുമ്പോൾ ഇറാബ് എങ്ങനെ പറയാമെന്ന് പറയാം. മൂന്ന് പറ്റുമ്പോൾ മൂന്ന് ന്യായം വേണ്ടേ? ആദ്യം ലാസിയമ കറിയത്തിൻ എന്ന് വായിച്ചത് കറിയത്തിനെ സിയ എന്നിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് കറിയത്തിൻ എന്ന് വായിച്ചത്. പിന്നെ കറിയത്തുൻ എന്ന് വായിക്കുന്നത്
കളയപ്പെട്ട മുബുത്താൻ്റെ ഖബറായിട്ടാണ് കറിയത്തുൻ വരുന്നത്. അപ്പോൾ മാ എന്നുള്ളത് മൗസൂഫായ നക്കിറയാണ്, ഷെയ് എന്നർത്ഥം. അപ്പോൾ ലാ സിയ ഷെയ്ഇൻ, ഒരു ഷെയ്ഇന് തുല്യമായിട്ടില്ല, ഒരു വസ്തുവിന് തുല്യമായിട്ട്. എങ്ങനത്തെ വസ്തുവാണ് ഹുവ കറിയത്തുൻ, അത് ഒരു ഗ്രാമാണ് ആ ഷെയ്യോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ആ ഷെയ്ഇന് തുല്യമായിട്ടൊന്നുമില്ല. അതാണ് പ്രത്യേകിച്ച് ആ ഗ്രാമം എന്ന് നമ്മൾ പറഞ്ഞു. സിഫത്താണ് നമ്മൾ പറഞ്ഞ ഹുവ കറിയത്തുൻ എന്ന ജുംല. ഹുവ കറിയത്തുൻ എന്ന ജുംല ആ കളയപ്പെട്ട മുബത്തദവും കറിയത്തുന്ന ഖബറും കൂടെയുള്ള ജുംലയാണ് ആ മാന്റെ സിഫത്ത്. ഇനി വേറെ ഒരു തർക്കീബ്, മാന എന്ത് ചെയ്യുക, മൗസൂലയാക്കി വെക്കാം. വഹിബ് സുക്കനിൽ ഖുറ ലാസിയ മാ, ഒന്നിന് തുല്യമായിട്ടില്ല. അപ്പം മാ മൗസൂലാണ്, മാരിഫായ ഇസ്മാണ്. രണ്ടാം മാലേക്ക് ഇദാഫത്ത് ചെയ്തിട്ടുള്ളതാണ് സിയ എന്നതിന്. അപ്പോൾ സിയ എന്നുള്ള മുദാഫാണ്, അതുകൊണ്ട് സിയക്ക് ഫതഹത്ത് കൊണ്ടാണ് നസ്ബ്. വ്യത്യാസത്തിലേ ഉള്ളൂ. നേരത്തെ മാ എന്നുള്ളത് നക്കിറയായ ഇസ്മാണ്, ഇപ്പോൾ മൗസൂല എന്ന് പറയുമ്പോൾ അത് മാരിഫയായ ഒരു ഇസ്മാണ്, അത്രേ ഉള്ളൂ. പിന്നെ കറിയ എന്നുള്ളത് കളയപ്പെട്ട മുബത്തദിൻ്റെ ഖബറാണ്. ഹുവ കറിയത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ജുംല എന്ത് ചെയ്യുക, മാൻ്റെ സ്വീലിയാക്കി വെക്കുക. നേരത്തെ മായുടെ സിഫത്താക്കി വെച്ചിരുന്നു, ഇപ്പോൾ മാൻ്റെ സ്വീലിയാക്കി വെക്കുക. മൗസൂലാകുമ്പോൾ പിന്നെ സ്വീലല്ല വേണ്ടത്. അപ്പോൾ അതിൽ കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല. മാ എന്നുള്ളത് ഒന്നാമത്തെ അടുത്ത് മാ മൗസൂലാക്കി വെച്ച് മൗസൂഫാണെന്ന് പറഞ്ഞു, നക്കിറയായ ഇസ്മാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു മാ എന്നുള്ളത് മൗസൂലയാണെന്നും പറഞ്ഞു. മാ മൗസൂലയാക്കി വെക്കുമ്പോൾ ശേഷമുള്ള നമ്മൾ കളയപ്പെട്ട മുബത്തവും കറിയാന്നുള്ള ഖബറോട് കൂടെ സങ്കല്പിക്കുന്ന ജുംല ഈ മൗസൂലാൻ്റെ സിലയായിട്ട് വരും. മാന മൗസൂലാക്കി വെക്കുകയാണെങ്കിൽ, അല്ല മൗസൂഫാന്ന് വെക്കുകയാണെങ്കിൽ ആ ജുംല സിഫത്തായിട്ട് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് കറിയത്തുൻ എന്ന് റഫ് വായിക്കാനുള്ള മാനദണ്ഡം. ഇനി ഉഹിബു മാന്നുള്ളത് മൗസൂലാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ മാന്നുള്ള ഒന്ന് എന്നർത്ഥേ ലാസിയ മാ, പ്രത്യേക ലാസിയ തുല്യതയില്ല, മാ ഒരു കാര്യത്തിന് തുല്യതയില്ല. മാ ആ മാ മാരിഫാണ്. എങ്ങനത്തെ ഒരു കാര്യമാണ് ഹുവ കറിയത്തുൻ, അത് ഗ്രാമമാണ്. അപ്പോൾ ഗ്രാമം ആകുന്ന ഒരു കാര്യം, അതിന് തുല്യമായിട്ടൊന്നുമില്ല, അത് പ്രത്യേകിച്ച് ആ ഗ്രാമം എന്നർത്ഥം. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മൗസൂഫാകുമ്പോഴും മൗസൂലാകുമ്പോഴും ഒന്നിനൊക്കെയാണെന്ന് മാരിഫാണ്, അത്രക്കേ ഉള്ളൂ. അത് കറിയത്തുനെന്ന് റഫ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കളയപ്പെട്ട മുബത്തദിൻ്റെ ഖബറായിട്ടാണ്. അതൊരു ജുംല, വേറെ ലാസ്റ്റിന് ശേഷം ഒരു ജുംലയാണത്. എന്നിട്ട് ആ ജുംല എന്താണ്, ഒന്നുകിൽ മാന്നുള്ളത് മൗസൂഫാക്കി വെക്കുകയാണെങ്കിൽ മൗസൂഫ് അതിൻ്റെ സിഫത്താൻ വെക്കണം. മാ മൗസൂലാക്കി വെക്കുകയാണെങ്കിൽ ഈ ജുംല സീലായിട്ടും വെക്കാം, അത്രേ ഉള്ളൂ. ഇനി നസ്ബ് വായിക്കണതാണ്. വഹിബു സുക്കനിൽ ഖുറ ലാസിയമ കറിയത്തൻ. ആ കറിയത്തൻ എന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ മാ എന്നുള്ളത്, സിയൻ്റെ ശേഷമുള്ള മാ എന്നുള്ളത് നക്കിറത്തുൻ ഗൈറു മൗസൂഫത്തിൻ ഫി മഹല്ലി ജർരിൻ മുദാഫിലഹി. നക്കിറ ഗൈറു മൗസൂഫായിട്ട്, സിഫത്തൊന്നും പറയാത്ത വെറും ഒരു നക്കിറയായ ഇസ്മായിട്ട്, വെറും ഒരു ഇസ്മ. ലാ സിയ ഷെയ്ഇൻ, ഒരു ഷെയ്ഇന് എന്തില്ല, തുല്യമായിട്ട് ഒന്നുമില്ല. എന്നിട്ട് ആ ഷെയ് എന്തിനാൽ, ആ ഷെയ്ഇനെ വിശദീകരിക്കുകയാണ് പിന്നെ കറിയത്തൻ, ആ ഷെയ് ഒരു ഗ്രാമത്തിനാൽ. പിന്നീട് അപ്പോൾ അതിന് സിഫത്തല്ല, മറിച്ച് അതിൻ്റെ ഒരു തെമ്മീസായിട്ട് ഇതാണ് ഇമ്മ തെമ്മീസ്. നിങ്ങൾ തെമ്മീസായിട്ട് എന്ത് ചെയ്യുക, കറിയത്തൻ എന്ന് വായിക്കാം. അപ്പോൾ മാരിഫയായിട്ട് വായിക്കുമ്പോൾ പിന്നെ തെമ്മീസാക്കാൻ പറ്റുമല്ലോ. മാരിഫയാണ് ശേഷമുള്ളതെങ്കിൽ, അല്ല കറിയ എന്നൊക്കെ ഉള്ളതെങ്കിൽ പിന്നെ തെമ്മീസാക്കാൻ പറ്റില്ല. തെമ്മീസൊക്കെ നക്കീറായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് നെസ്ബിൽ ശേഷമുള്ള ലാസിമിന് ശേഷം മാരിഫി ആവുമ്പോൾ നമ്മൾ നെസ്ബ് പറ്റില്ല എന്ന് പറയാൻ കാരണം, നെസ്ബ് തെമ്മീസായിട്ടാണ് നെസ്ബ് വായിക്കൽ. ആ മാരിഫി ആവുമ്പോൾ പിന്നെ തെമ്മീസാക്കാൻ പറ്റില്ല. ഇനി മൻസൂബാകുമ്പോൾ തന്നെ വേറെ ന്യായമുണ്ട്. തമ്മീസാക്കുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മഫ്ഊലാക്കും ചെയ്യാം. കളയപ്പെട്ട ഫീലിൻ്റെ മഫ്ഊലാക്കും ചെയ്യാം. അഴിനി എന്നൊക്കെ ഫീലൊക്കെ സങ്കല്പിച്ച്. അപ്പോൾ പിന്നെ മാരിഫ ആകുമ്പോഴും അത് പറ്റും. പക്ഷേ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മാരിഫ ആകുമ്പോൾ എന്ത് പറ്റൂല, നെസ്ബ് പറ്റൂല എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ നെസ്ബ് പറ്റുന്നു എന്ന് പറഞ്ഞവരുണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. അവരിങ്ങനെ കളയപ്പെട്ട ഫീലിന് മഫൂലായിട്ട് നെസ്ബ് വായിക്കുന്നവരുണ്ട്. ശേഷം മാരിഫ ആയാലും നെസ്ബ് വായിക്കുന്നവരൊക്കെ ഉണ്ട്.
പ്രബലമായ അഭിപ്രായം അനുസരിച്ച് എങ്ങനെ നെക്കിറ ആവുമ്പോ ഈ മാ ഏതാ നെക്കിറത്തിന് ഒരു മൗസൂഫ് എന്ന് പറഞ്ഞ അങ്ങനെ നക്കിറത്തിൻ്റെ ഗൈറു മൗസൂഫ് പറഞ്ഞാൽ മാ എന്നുള്ളത് ഷെയ് എന്ന അർത്ഥത്തിനുള്ള ഒരു ഇസ്മ്. ലാ സിയ ഷെയ് ഇൻ. മാ എന്നുള്ളത് വെറും ഷെയ് എന്ന അർത്ഥത്തിനുള്ള ഒരു ഇസ്മ്. അതിന് വേറെ സിഫത്തൊന്നും പറയണില്ല. നേരത്തെ ഒരു സിഫത്ത് പറഞ്ഞു, ജുംല സിഫത്ത് പറഞ്ഞല്ലോ. ഇതിന് വേറെ സിഫത്തൊന്നും പറയണില്ല. പിന്നെ കറിയത്തൻ എന്നുള്ളത് അതിന് തമ്മീസായിട്ട് ലാ സിയ ഷെയ് ഇൻ, ഒരു ഷെയ്ഇന് തുല്യമായിട്ടൊന്നുമില്ല. ആ ഷെയ് എന്തിനാൽ കറിയത്തൻ ഗ്രാമത്തിനാൽ എന്ന് ഒരു തമ്മീസായിട്ട് പറയണം. ഈ മഹല്ലിൽ ജദ്ദി എന്നാല് മുവാഫിലിന്റെ അത് മുലാഫിയായിട്ട് ലാ സിയ ഷെയ് ഇൻ, ഷെയ് എന്ന അർത്ഥത്തിലുള്ള ഇസ്മാണല്ലോ മാ എന്നുള്ളത്. അപ്പോൾ സിയ എന്നതിനെ മാലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാ മുലാഫിലേയാണ്, ആ നിലക്ക് ജറിൻ്റെ മഹലിലാണ് നടത്തുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ എന്തായി, ലാസിയമ എന്നതിന് ശേഷം 3 ഇറാബ് പറ്റും. കറിയത്തിൻ, കറിയത്തുൻ, കറിയത്തൻ. നെക്രിയായ ഇസ്മാണ് വരുന്നതെങ്കിൽ 3 ഇറാബ് പറ്റും. മാരിഫിയാണ് വരുന്നതെങ്കിൽ 2 ഇറാബ് പറ്റാം. പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് 3 പറ്റൂട്ടാ. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ലാസിയമ ഷൂറാഉ, ലാസിയമ ഷൂറായി, ഇങ്ങനെ 2 ഓപ്ഷനേ പറ്റുള്ളൂ. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, റിജാലൽ അദബ് സാഹിത്യകാരന്മാരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ലാസിയമ ഷൂറാഉ. റഫ് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞല്ലോ, റഫ് വായിച്ചെങ്ങനെ കളയപ്പെട്ട മൂത്തതിൻ്റെ ഖബറായിട്ട്. പിന്നെ ലാസിയമ ഷുറായി, ഷുറായി എന്ന് ജറു വായിക്കൽ എങ്ങനെയാണ്, സിയ എന്നതിനെ ഇലാഫത്ത് ചെയ്തുകൊണ്ട്. അപ്പം മാന്നുള്ളത് സായിദിയായിട്ട് ഇടയിൽ വന്നതാണ്. സിയ എന്നതിന് നേരെ ഷുറാക്കി ഇലാഫത്ത് ചെയ്തു. ഇങ്ങനെ 2 രൂപമാണ് പറ്റുക. ഉഴജിബുത്തു ബിൽ ജയ്ഷി, സൈന്യത്തെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വലാസിയമ കായിദുഹു, പ്രത്യേകിച്ച് അതിൻ്റെ ക്യാപ്റ്റനെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ കായിദുഹു എന്നുള്ള മാരിഫാണല്ലോ. ഹു എന്ന ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തതുകൊണ്ട് കായിദ് മാരിഫാണ്. അപ്പോൾ ഇവിടെ കായിദുഹു എന്ന് വായിക്കാം, കായിദിഹി എന്ന് ജറും റഫൊക്കെ പറ്റും. നസ്ബ് മാത്രം പറ്റില്ല, പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. ഓക്കെ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. LPSA അറബിക്കിന് ചോദിച്ച ചോദ്യം, ബയാനാനി ഫീമ എലി. നേരത്തെ നമ്മൾ ചോദിച്ചു. ഇവിടെ ഉഹിബു റിജാലൽ അദബി വലാസിയമ ഷുറാഉ, ഉഹിബു റിജാലൽ അദബി വലാസിയമ ഷുറാഇ. ഇതിൽ കിലാഹുമ സുഹൈഹാനി, കിലാഹുമ ഖാത്തിആനി, അൽ അവ്വൽ സുഹൈഹുൻ വസാനി സുഹൈഹുൻ. ഏതാണ് ഓപ്ഷന്? ശരിയായ ഓപ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൂടി. അതെ, എ എന്ന ഓപ്ഷനാണ് ശരി. കാരണം ലാസിയമിന് ശേഷം ഇവിടെ മാരിഫിയായ പദമാണ് വന്നിട്ടുള്ളത്. മാരിഫി ആകുമ്പോൾ അവിടെ റഫ് ജർ 2 ഇറാബും അവിടെ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കൂ. HSA അറബിക്കിന് ചോദിച്ച ചോദ്യമാണ്. ലനാഫിയത്തുലിൽ ജിൻസി തഅമലു അമല ഡാഷ്. ജിൻസിൻ നഫി ചെയ്യുന്ന ലാ ഇന്ന അഖ്വാത്തിൻ്റെ അമലാണോ, കാന അഖ്വാത്തിൻ്റെ അമലാണോ, വന്ന അഖ്വാത്തിൻ്റെ അമലാണോ, ഏതിൻ്റെ അമലാണ് ചെയ്യാം? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഉത്തരം പറയട്ടോ. ജിൻസിനെ നഫി ചെയ്യുന്നില്ല, ഏത് അമല ചെയ്യാം? ഓക്കെ, എ എന്ന ഓപ്ഷനാണ് ശരി. ഇന്ന അഖ്വാത്തിൻ്റെ അമല ചെയ്യുക. ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്, ഇങ്ങനെ ഇന്ന അഖ്വാത്തിൻ്റെ അമലാണ് ജിൻസിന് നഫി ചെയ്യുന്ന ലാക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം സെറ്റ് എക്സാമിന് ചോദിച്ചതാണ്. ലാ സ്വാഹിബ മസ്നഇൻ മുഹ്മലുൻ. ഇവിടെ കലിമത്തു ലാ ഉസ്തുഖ്ദിമത്തു ഹുന ഡാഷ്. ഇവിടെ ലാ എന്ന കലിമത്ത് എന്തിനോട് ഉപയോഗിച്ചതാണെന്നാണ്. ലാ സ്വാഹിബ മസ്നഇൻ. മസ്ന എന്നൊക്കെ പറഞ്ഞാൽ ജോലിസ്ഥലം, ഫാക്ടറി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ മസ്നഇൻ്റെ ഉടമ അല്ല. മുഹ്മിലുൻ അല്ലെങ്കിൽ മുഹ്മലുൻ, അവൻ അവഗണിക്കപ്പെടുന്നവനല്ല. ലാ സ്വാഹിബ മസ്നഇൻ മുഹ്മലുൻ, അവൻ അവഗണിക്കപ്പെടുന്നവനല്ല. ഇവിടെ ഈ ലാ എന്നുള്ളത്
സായിദയാണോ, ജിൻസിനെ നഫി ചെയ്യുന്നതാണോ, ദ്വാഇനാണോ, നഹീനാണോ? ഓക്കെ, ജിൻസിനെ നഫി ചെയ്യുന്ന ലായാണ് അല്ലേ. കാരണം ദ്വാഇൻ്റെ ലാ അതുപോലെ തന്നെ നഹീൻ്റെ ലാ ഇതൊക്കെ മുലാരിയായ ഫീലിലാണ് പ്രവേശിക്കുക. അതുപോലെ തന്നെ ദായിദിയായ ലാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് അമലൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം എന്ത് ചെയ്തു? ലാ സ്വാഹിബ മസ്നൈൻ സ്വാഹിബ എന്നതിന് നസ്ബ് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് എന്നൊക്കെ റഫ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്, ഇങ്ങനെയൊക്കെ അമൽ ചെയ്യുന്ന ലാ എന്ന് പറയുന്നത് ജിൻസിന് നഫി ചെയ്യുന്ന ലായാണ്. ഇനി അടുത്ത ചോദ്യം കേട്ടിട്ട് എക്സാമിന് ചോദിച്ച ചോദ്യം. ഉഹിബ്ബുൽ ഫവാക്കിഹ ലാസിയമ തുഫാഹു. ഉഹിബ്ബുൽ ഫവാക്കിഹ, ഞാൻ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ചും തുഫാഹ് ആപ്പിൾ ഇഷ്ടപ്പെടുന്നു. ഇവിടെ തുഫാഹ് എന്ന കലിമത്തിൻ്റെ ഇഅ്റാബ് മൻസൂബ്, മർഫൂഅ്, മജ്റൂർ, മബ്നി. ഏതാണ് ശരി? ആരും ഉത്തരം പറയുന്നില്ല. ബി എന്ന ഓപ്ഷൻ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഇങ്ങനെ ലാസിയമൻ്റെ ശേഷം മഅരിഫി ആണെങ്കിൽ അതെ ബിയും സിയും പറ്റും അല്ലേ, മർഫൂഉം പറ്റും മജ്റൂറും പറ്റും, ഇങ്ങനെ രണ്ടും പറ്റുന്നതാണ്. അപ്പോൾ രണ്ട് ഓപ്ഷനും ശരിയായ ഓപ്ഷനാണ്. പിന്നെ കേട്ടിട്ട് 4-ന് ചോദിച്ച ചോദ്യമാണ് ഇറാബ് കലിമത്തി ഹൗല ഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ആ സെൻറ്റൻസിൽ ഹൗല എന്നതിൻ്റെ ഇറാബാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ കൊടുത്തിട്ടുണ്ട് ഇവിടെ. മബ്നിയുൻ അലൽ ഫത്ഹി, മൻസൂബും ബിൽ ഫത്ഹ്, മർഫൂഉം ബിൽ ഫത്ഹ്, മുത്തസല്ലിഫ്. ഇതിലേതായ ശരി ഉത്തരം? ഹൗല എന്ന കലിമത്തിൻ്റെ ഇറാബ്. ബി എന്ന ഓപ്ഷൻ പറയുന്നുണ്ട്, അത് ശരിയല്ലല്ലോ. അതെ, എ എന്ന ഓപ്ഷനാണ് ശരി. കാരണം ഇത് ജിൻസിനെ നഫി ചെയ്യുന്ന ലായാണ്. ജിൻസിനെ നഫി ചെയ്യുന്ന ലായാവുമ്പോൾ അതിൻ്റെ ഇറാബ് എന്താണ്? ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇസ്മിന് നസ്ബ് ആവുമ്പോഴും ആ ഇസ്മായിട്ട് വരുന്ന പദം മുഫ്രദായ പദമാണെങ്കിൽ, അതുപോലെ തന്നെ ജമ്മു തക്സീറോ ആണെങ്കിൽ ഫത്തഹിൻ്റെ മേൽ മബ്നി ആയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ മഹല്ല് നസ്ബ് ഉണ്ടാവും. ഏതായാലും അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞുകൂടാ? മൻസൂബും ബിൽ ഫത്ഹി എന്ന് പറഞ്ഞുകൂടാ. ഫത്തഹിൻ്റെ മേൽ ഫത്ത് കൊണ്ട് നസ്ബാണെന്ന് പറഞ്ഞുകൂടാ. മറിച്ച് ഫത്തഹിൻ്റെ മേൽ മബ്നിയാണ്. കാരണം ഹൗല് എന്നുള്ളത് മുഫ്രദായ ഒരു വഹദാൻ മുദക്കറായ പദമാണ്. ഇങ്ങനെ വഹദാനായ പദങ്ങളാവുമ്പോൾ ഫത്തഹിൻ്റെ മേൽ മബ്നിയായിട്ടാണ് ഉപയോഗിക്കുക. ലാ റജുല, അതുപോലെ തന്നെ ജമ്മു തക്സീർ ആകുമ്പോൾ ലാ റിജാല, ഇങ്ങനെ ജമ്മു തക്സീർ ആകുമ്പോഴും ഫത്തഹിൻ്റെ മേൽ മബ്നിയായിട്ടാണ് ഉപയോഗിക്കുക. അവിടെയൊക്കെ മഹല്ല് നസ്ബാണ്. ഇനി തസ്നിയോ ജമ്മു മുദക്കർ സാലിമോ ഒക്കെ ആണെങ്കിൽ യായിൻ്റെ മേൽ മബ്നിയായിട്ടാണ് ഉപയോഗിക്കുക. ലാ റജുലൈനി ഫിദ്ദാരി, അതുപോലെ തന്നെ ലാ മുസ്ലിമീന ഫിദ്ദാരി, ഇങ്ങനെയൊക്കെ യായിൻ്റെ മേൽ മബ്നിയായിട്ടാണ് ഉപയോഗിക്കുക. അവർക്ക് മഹല്ല് ചെറുതായിരിക്കും. ഇനി മുസ്ലിമാത്ത് പോലെ ജംഉ മുഅന്നസ് സാലിമാണെങ്കിൽ അവിടെ ലാ മുസ്ലിമാത്തി എന്ന് കസ്റിൻ്റെ മേൽ മബ്നിയാക്കാം, അല്ലെങ്കിൽ ലാ മുസ്ലിമാത്ത എന്ന് ഫത്തഹിൻ്റെ മേലും മബ്നിയാക്കാം. മഹല്ല് നസ്ബ് തന്നെയാണ്. പിന്നെ ഫത്തഹ് കൊണ്ട് നസ്ബ് എപ്പോഴേ ഉണ്ടാവുള്ളൂ? മുദാഫോ ഷിബ് മുദാഫോ ആകുമ്പോഴേ നസ്ബ് ലാഹിറായിട്ട് ഉണ്ടാവുള്ളൂ. അതാണ് ലാ സ്വാഹിബ ഇൽമിൻ മംകൂത്തുൻ, ലാ ഹസനൻ വജ്ഹുഹു ഫിദ്ദാരി എന്നൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം മബ്നിയുൻ അൽ ഫത്തഹി എന്നുള്ളതാണ് അവിടെ ശരിയായ ഉത്തരം. അപ്പോൾ ഇതാണ് ഈ ലായുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമ്മളെ നവാസിഖിൽപ്പെട്ട അടുത്ത ഒരു സെക്ഷനാണ് കാദ വ അഹ്വാത്തുഹ, കാദയും കാദയുടെ അഹ്വാത്തുകളും. നേരത്തെ പറഞ്ഞ ലായുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനുണ്ടോ?
ജിൻസിന് നഫി ചെയ്യുന്ന ലായുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ? ആർക്കും സംശയങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഇനി നമുക്ക് കാദാഹവാത്തുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഹിയ അഫ്ആലു നാസിഖത്തുൻ തദ്ഖുലു അലൽ ജുംലത്തിൽ ഇസ്മിയ. എല്ലാ നവാസിഖുകളെയും പോലെ തന്നെ ഇസ്മിയായ ജുംലയുടെ മേൽ പ്രവേശിക്കുന്ന ഫീലുകളാണ് അത് കാദാഹവാത്ത്. ഫതർഫഉൽ മുബ്തദഅ വതൻസിബുൽ ഖബറ. ഈ കാദാഹവാത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുബ്തദഇന് റഫ്ഉം ഖബറിന് നസ്ബും ഉണ്ടാവാം. എങ്കിലും ഗൈറ അന്ന ഖബറഹ ദൗമമ്മ യഅതി ജുംലത്തൻ ഫിഅലിയ. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ അന്ന ഖബറഹ, ഈ കാദാഹവാത്തിൻ്റെ ഖബർ ദൗമമ്മ എപ്പോഴും യഅതി അത് വരും ജുംലത്തൻ ഫിഅലിയ, ഫിഅലിയായ ജുംലയായിട്ടാണ് വരാം. അപ്പോൾ ഫിഅലിയായ ജുംലയായിട്ട് വരുമ്പോൾ ആ ഖബറിന് നസ്ബാണല്ലോ, നസ്ബ് എവിടെ ഉണ്ടാവുക? മഹല്ലിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫീലിയ ജുംലയായിട്ടാണ് വരിക. ഫീലിയ ജുംല എന്ന് മാത്രമല്ല, ഫീലുഹ മുലാരിയുൻ, ഇതിൻ്റെ ഫീല് മുലാരിയായ ഫീലും ആയിരിക്കും. ആ മുലാരിയായ ഫീലും ഫായിലും അടങ്ങുന്ന ജുംലയായിട്ടാണ് ഇതിൻ്റെ ഖബർ വരിക എന്നർത്ഥം. ഇനി ഫൈദാ ജാ അൽ ഖബറു ഗൈറ മുലാരിയുൻ ലം തകുൻ ഹാദിഹിൽ അഫ്ആലു നാഖിസത്തൻ. ഇനി സംഗതി വശാൽ നമ്മളെങ്ങാനും ഈ കാദാഹവാത്തുകൾപ്പെട്ട ഒരു ഫീലിനെ കണ്ടു, അതിൻ്റെ ഖബറായിട്ട് ഒരു മുലാരി അല്ലാത്ത ഫീല് കാണും ചെയ്താൽ നമ്മൾ മനസ്സിലാക്കണം ആ കാദാഹവാത്ത് ഇങ്ങനെ നാസിഖായ ഫീലായിട്ടല്ല വന്നിട്ടുള്ളത്, അത് വേറെ ഒരു അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് പറയാം, അഖദ തിൽമീദു അൽ കിതാബ. അഖദ തിൽമീദു, അഖദ എന്നുള്ളത് നമ്മൾ കാദാഹവാത്തിൽ നമ്മൾ പറയാൻ പോകുന്ന അഫ്ആലു ശുറൂഇൽപ്പെട്ടൊരു ഫെയിലാണ് അഖദ. ഇവിടെ ഇപ്പോൾ അഖദ തിൽമീദു അൽ കിതാബ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അഖദൻ്റെ ഇസ്മു തിൽമീദാണ്, ഖബർ കിതാബ് എന്നാണല്ലോ, കൊണ്ട് കിതാബ് എന്നുള്ള ഖബർ മുലാരി ആ ഫീല് ആയിട്ടല്ലല്ലോ വന്നിട്ടുള്ളത് എന്നൊക്കെ തോന്നിപ്പോകും. ഏതാവട്ടെ, ഇങ്ങനെ ഖബർ മുലാരി ആ ഫീലല്ല വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അഖദ എന്നുള്ളത് ഇവിടെ നാസിഖായ ഫീലായിട്ടല്ല വന്നിട്ടുള്ളത്, മറിച്ച് അത് മറ്റൊരു അർത്ഥത്തിനുള്ള ഫീലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഖദ എന്നതിന് പിടിച്ചു, എടുത്തു എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിനുള്ള സാധാരണ ഫീലാണത്. അപ്പോൾ തിൽമീദ് അതിൻ്റെ ഫായിലും അൽ കിതാബ എന്നുള്ളതിൻ്റെ മഫ്ഊലും ഒക്കെയാണ്, അല്ലാതെ അത് നാസിഖായ ഫീലല്ല, അതിന് ഇസ്മു ഖബർ അങ്ങനത്തെ സംഗതിയേ ഇല്ല. നാസിഖായ ഫീലായിട്ടാണ് അഖദ വന്നിട്ടുള്ളതെങ്കിൽ അവിടെ ആ കിതാബ് എന്ന് പറഞ്ഞ അതിൻ്റെ സ്ഥാനത്ത് ഒരു മുലാരിയായ ഫീലും ഫായിലും അടങ്ങുന്ന ജുംലയായിരിക്കും ഉണ്ടാവുക. ഖബറായിട്ട് ജുംല വരുമ്പോഴേ ഇത് നാക്കിസായ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട നാസിഖായ ഫീലാവുകയുള്ളൂ. ഈ കാദാഹവാത്തുകൾ 3 ഇനങ്ങളാണ്. വഹിയ സലാസത്തു അഖ്സാമിൻ. ഒന്ന് അഫ്ആലു ശുറൂഅ്, മറ്റൊന്ന് അഫ്ആലുൽ മുഖാറബ, മറ്റൊന്ന് അഫ്ആലു റജാ. ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് കാദാഹവാത്ത് ഉള്ളത്. അഫ്ആലു ശുറൂഅ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി തുടങ്ങാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നു, ഈ തുടക്കത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലുകൾക്കാണ് അഫ്ആലു ശുറൂഅ് എന്ന് പറയാം. അഫ്ആലു മുഖാറബ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനടുത്തു, ചെയ്തിട്ടില്ല എന്നാലോ ചെയ്യാനടുത്തായി എന്നറിയിക്കുന്ന ഫീലുകളാണ് അഫ്ആലു മുഖാറബ എന്ന് പറയുന്നത്. അഫ്ആലു റജാ എന്നുള്ളത് പ്രതീക്ഷയുടെ മേൽ അറിയിക്കുന്ന ഫീലുകൾക്കാണ് അഫ്ആലു റജാ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് അഫ്ആലു ശുറൂഅുകളെ കുറിച്ച് പറയാം. അഫ്ആലു ശുറൂഇൽപ്പെട്ട ഫീലുകളാണ് അൻഷഅ, തൗഫീഖ, അഖദ, ജഅല, ശറഅ, അലിഖ, ഖാമ, അഖ്ബല, ഹബ്ബ. ഇതൊക്കെ അഫ്ആലു ശുറൂഅാണ്.
ഇതിനൊക്കെ അർത്ഥം എന്താണ്? തുഫീദു, ഈ ഫിലൊക്കെ നേടിത്തരും. തുഫീദു അഫ്ആലു ശുറൂഇ, അഫ്ആലു ശുറൂഇ നേടിത്തരും. ബദ് അസ്മിഹ ഫി അദാഇൽ ഫീൽ. ഇത് ഫുള്ളായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറഞ്ഞ ഫീലുകളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അഖദ, തോഫീഖ, ഇങ്ങനെ കുറഞ്ഞ ഫീലുകളൊക്കെ പഠിക്കാം. ഏതായാലും മൊത്തത്തിൽ പഠിക്കുന്നത് നല്ലതാണ്. അഖദ, തൊഫീഖ, അൻഷ, ജഅല, ഈ 4 ഒരു ഷറഅ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ള ഫൽ ശുറൂകൾ. ഇനി അലിക്കയും കാമയും അക്ബർ ഹബ്ബൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ അപൂർവമായിട്ടാണ് വരാറുള്ളത്. പിന്നെ നമുക്ക് സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് അഫ്ആൽ ശുറൂ ആണോ അല്ലേന്ന്. കാരണം ആ ശേഷമുള്ള മുതാരി ഖബറായിട്ട് വരുന്നിടത്തൊരു മുതാരിയ ഫീലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണ് അഫ്ആൽ ശുറൂ ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്നൊക്കെ. ഏതാവട്ടെ അഫ്ആൽ ശുറൂ എന്ത് ചെയ്യും? തുഫീദു അഫ്ആൽ ശുറൂഇ ബദ് അസ്മിഹ ഫി അദാഇൽ ഫീലി. ഇതിൻ്റെ ഇസ്മ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രവൃത്തി തുടങ്ങുന്നതിൽ, ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നറിയിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അഖദ സെയ്ദുൻ യതഅല്ലമു, അഖദ സെയ്ദുൻ യതഅല്ലമു, സെയ്ദ് പഠിക്കാൻ ആരംഭിച്ചു എന്നർത്ഥം. അഖദ സെയ്ദുൻ, അഖദയുടെ ഇസ്മാരാണ്, സെയ്ദാണ്. അപ്പോൾ ഈ സെയ്ദ് പ്രവേശിച്ചിട്ടുണ്ട്. എന്തിൽ പ്രവേശിച്ചിട്ടുണ്ട്? ഫി അദാഇൽ ഫീൽ, ഈ യതഅല്ലമു, തഅല്ലുമു എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നതിൽ ആരംഭിച്ചിട്ടുണ്ട്, ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരർത്ഥമാണ് ഇവിടെ അഖദ എന്നതിനുണ്ടാവുക. അപ്പോൾ തതമയ്യസു തിൽക്കൽ അഫ്ആലു, ഈ ഫീലുകൾ പ്രത്യേകമാകും. ബി അന്നഹ ലാ യഅതി മിൻഹ ഗൈറു സൂറത്തിൽ മാദി, മാദി അല്ലാത്ത വേറെ ഒരു രൂപവും ഇതിന് വരില്ല. ഇപ്പോൾ അൻഷാൻ്റെ അവിടെ യുൻഷിഉ, ഇങ്ങനെ തൊഫിഖ യത്തുഫിഖു, ഇങ്ങനെ ഒരു മുതാരിയായ രൂപങ്ങളൊന്നും ഇതിന് വരില്ല. ഈ മാദിയായിട്ട് മാത്രമേ അഫ്ആൽ ശുറൂആയിട്ട് ഇത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ മാദി അല്ലാതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ അത് അഫ്ആൽ ശുറൂആയിട്ടല്ല വന്നിട്ടുള്ളത്, അതിന് വേറെ അർത്ഥങ്ങളുണ്ടാവും, ആ അർത്ഥങ്ങൾക്കാണ് അത് വന്നിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഈ അഫ്ആൽ ശുറൂ ആണെങ്കിൽ അത് മാദിയായിട്ട് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ കമാ അന്ന ഖബറഹ ഫീലുൽ മുദാരിഉൻ, അതിൻ്റെ ഖബർ മുദാരിയായ ഫീലും ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഖബറായിട്ട് മുദാരിയ ഫീലേ ഉണ്ടാവുള്ളൂ. യംതനിഉ ഇഖ്തിറാനുഹു ബി അൻ, ആ മുദാരിൻ്റെ കൂടെ യംതനിഉ, മുംതനിയാണ്, പാടില്ലാത്തതാണ്. ഇഖ്തിറാനുഹു, ആ മുദാരിയ ഫീല് ഒപ്പം വരൽ, ബി അൻ, അൻ എന്നതിൻ്റെ കൂടെ. ഇതിന് ശേഷം വരാൻ പോകുന്ന അഫ്ആൽ മുഖാറബയിലൊക്കെ എന്തുണ്ട്? അതിൻ്റെ ഖബറായിട്ട് വരുന്ന മുദാരിയ ഫീല് അൻ എന്ന മസ്തരിയായ ഹർഫോട് കൂടെ മുദാരിയ ഫീൽ വരുന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. അതേസമയത്ത് അഫ്ആൽ ഖുലൂബ് ആവുമ്പോൾ അതിൻ്റെ ഖബറിൽ ഒരിക്കലും അൻ എന്നത് വരികയില്ല, മസ്തരിയായ അന്ന് ഒരിക്കലും വരില്ല. ഇനി ഇദാ ജാഅത്ത് അഫ്ആലു ശുറൂഇ അലാ സൂറത്തിൽ മുദാരി, നമ്മൾ പറഞ്ഞു മാദിയായിട്ട് മാത്രമേ അഫ്ആൽ ശുറൂ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇനി മുദാരിൻ്റെ രൂപത്തിലെങ്ങാനും അഫ്ആൽ ശുറൂ നിങ്ങൾ കണ്ടാൽ, ഇദാ ജാഅത്ത് അഫ്ആൽ ശുറൂഇ, അഫ്ആൽ ശുറൂഇ വന്നാൽ അലാ സൂറത്തിൽ മുദാരി അവിൽ അംരി, മുദാരിൻ്റെയോ അമ്രിൻ്റെയോ ഒക്കെ രൂപത്തിൽ അഫ്ആൽ ശുറൂഇനെ കാണുകയാണെങ്കിൽ, വ ഖറജത്ത് അൻ മഅനാഹ, അങ്ങനെയാണെങ്കിൽ ഖറജത്ത്, അവിടെ വാവുണ്ടാവും കേട്ടോ, അങ്ങനെ വരികയാണെങ്കിൽ ഖറജത്ത് അൻ മഅനാഹ, അതിൻ്റെ ഈ പറയപ്പെട്ട ശുറൂഇൻ്റെ മാനയെ തൊട്ട് അത് പുറത്തു പോകും. മാത്രമല്ല തെക്കൂന് താമത്തിന്, അത് താമായ അഫ്ആൽ ശുറൂ ആവുകയും ചെയ്യും, താമായ ഫീലാവുകയും ചെയ്യും. അതായത് മറ്റൊരർത്ഥമുള്ള, നാസിഖൊന്നുമല്ലാത്ത താമായ അർത്ഥമുള്ള ഒരു ഫീലാവുകയും ചെയ്യും. അതിന് ഉദാഹരണം പറയാം. മിസ്ലു യഖുദുൽ മുസ്ലിമു ദീനഹു മിനൽ ഖുർആനി വസുന്ന, ഇവിടെ നേരത്തെ അൻഷഅ, തൊഫിഖ, അഖദ എന്ന് അഫ്ആൽ ശുറൂഇൽ അഖദ പറഞ്ഞിരുന്നു. അഖദയുടെ മുദാരിയാണ് യഖുദു എന്നുള്ളത്. അപ്പോൾ യഖുദു എന്നത് മുദാരിയാണ്, അതുകൊണ്ട് മുദാരിയായിട്ട് അഫ്ആൽ ശുറൂഇ വരില്ല. അപ്പം പിന്നെ ഈ യഖുദു എന്താണ്? ഇത് അഫ്ആൽ ശുറൂഇൽപ്പെട്ട ഫീലല്ല, മറിച്ച് യഖുദു എന്നതിന് പിടിക്കുക, മനസ്സിലാക്കിയെടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിന് വേണ്ടി വന്ന ഫീലാണിത് നോക്കണം.
അഫ്ആൽ ഷുറൂ ആണെങ്കിൽ ഒരു കാര്യത്തിൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥം വരിക. ഇതാ അർത്ഥത്തിന് ഒന്നും ഫെയിലല്ല എന്ന് നോക്കണം. അപ്പം പിന്നെന്താ അർത്ഥം നമുക്ക് നോക്കാം. യഖുദുൽ മുസ്ലിമു ദീനഹു മിനൽ ഖുർആനി വസുന്ന എന്ന് പറയുമ്പോൾ യഖുദുൽ മുസ്ലിമു ഒരു മുസ്ലിം എടുക്കുന്നു, മനസ്സിലാക്കിയെടുക്കുന്നു, ദീനഹു തൻ്റെ ദീനിനെ മനസ്സിലാക്കിയെടുക്കുന്നു, മിനൽ ഖുർആനി വസുന്ന ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്നു. അവിടെ ഇപ്പോൾ യഹുദു എന്നുള്ളതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നർത്ഥമുള്ള അഹദയല്ലല്ലോ. ആ അഹദയാണെങ്കിൽ ഒരിക്കലും മുലാരിയായിട്ട് വരില്ല, മാലിയായിട്ട് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ ഹുദിൽ ഇൽമ മിൻ അഹ്ലിഹി, മറ്റൊരു ഉദാഹരണം ഹുദിൽ ഇൽമ. ഹുദ് എന്നുള്ളത് അഹദ ഹുദു എന്നതിൻ്റെ അമ്രാണ് ഹുദ് എന്നുള്ളത്. ഹുദ് നീ പിടിക്കുന്നതാണ്. അല്ല ഇൽമ, ഇൽമിനെ നീ പിടിക്കുക, ഇൽമിനെ നീ മനസ്സിലാക്കിയെടുക്ക്. മിൻ അഹ്ലിഹി അതിന് അർഹനായ ആളുകളിൽ നിന്ന്, ഇൽമിൻ്റെ അഹ്ലുകാരായ ആളുകളിൽ നിന്ന് നീ ഇൽമിനെ മനസ്സിലാക്കിയെടുക്ക്. അപ്പോൾ ഹുദ് എന്ന് വന്നു, അത് അഹദിൻ്റെ അമ്രാണ്. ഏതാവട്ടെ ഈ അമ്രായിട്ട് വരുമ്പോഴും അതെന്തല്ല അഫ്ആൽ ഷുറൂയിൽ പെട്ടത് അല്ല. അഫ്ആൽ ഷുറൂവായിട്ട് വരുമ്പോൾ അത് മാദിയായിട്ട് മാത്രമേ വരുള്ളൂ. അഫ്ആൽ ഷുറൂവിൻ്റെ കുറഞ്ഞ ഉദാഹരണങ്ങൾ: അഹദ അലിയുൻ യുദാക്കിറു. അഹദ അലിയുൻ, അലി ആരംഭിച്ചു. യുദാക്കിറു, ഇൽമു ചർച്ച ചെയ്യാൻ ആരംഭിച്ചു, പഠിക്കാൻ ആരംഭിച്ചു. ഉദാക്കറത്ത് എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ച ഇൽമ് അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുന്നതിനാണ് യുദാക്കിറു എന്ന് പറയാം. അപ്പോൾ അലി എന്ത് ചെയ്തു? പഠനം ആരംഭിച്ചു. അഹദ അലിയുൻ യുദാക്കിറു. ഇവിടെ കണ്ടോ, അഹദ എന്നതിൻ്റെ ഇസ്മാണ്, അലിയുൻ എന്നുള്ളത് ഇസ്മിന് റഫ് ആണ് ഉണ്ടാവുക, അഹദയുടെ ഇസ്മിന് റഫ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഖബറാണ് യുദാക്കിറു എന്ന ജുംല. യുദാക്കിറു എന്ന മുലാരിയായ ഫീലും ഫായിലും അടങ്ങുന്ന ജുംലയാണ് ഖബർ. അപ്പോൾ അതിന് യുദാക്കിറു എന്ന ജുംലക്ക് മഹല്ല് നസ്ബായിരിക്കും ഉണ്ടാവുക. ഈ ഖബറിൻ്റെ കൂടെ ഒരിക്കലും അൻ വരാൻ പാടില്ല. അഖദ അലിയുൻ അൻ യുദാക്കിറ, ഇങ്ങനെ അന്ന് വരാൻ പാടില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് അഫ്ആൽ ഷുറൂർ വരാം. മറ്റൊരു ഉദാഹരണം നോക്കൂ. അഖദ തിഫ്ലു യഹ്ബു. അഖദ തിഫ്ലു, കുട്ടി ആരംഭിച്ചു. യഹ്ബു, നിരങ്ങാൻ ആരംഭിച്ചു. ചെറിയ കുട്ടികൾ ആദ്യം നിരങ്ങുന്നില്ല, ഒരു ഭാഗത്തിരിക്കുക ചെയ്യുള്ളൂ, പിന്നെ ഇങ്ങനെ നിരങ്ങും. ഇങ്ങനെ നിരങ്ങാൻ ആരംഭിച്ചു. നിരങ്ങുക എന്നതിനാണ് ഹബുവത്ത് എന്ന് പറയാം. അതിന് പോകുന്ന ഫെയിലാണ് ഹബ യഹ്ബു. അഹദ തിഫ്ലു യഹ്ബു, കുട്ടി നിരങ്ങാൻ ആരംഭിച്ചു. അപ്പോൾ ആ ആരംഭിച്ചു എന്ന അർത്ഥത്തിന് വേണ്ടി വരുന്ന ഫെയിലാണ് അഹദ. അത് അഫ്ആൽ ഷുറൂയിൽ പെട്ടതാണ്. അപ്പോൾ അഹദ തിഫ്ലു യഹ്ബു എന്ന് പറയുമ്പോൾ തിഫ്ലു എന്നത് അഹദയുടെ ഇസ്മാണ്, അത് മർഫു ആണ്. പിന്നെ യഹ്ബു എന്ന ജുംല മൻസൂബാണ്, അത് ഖബറാണ്. ഈ യഹ്ബു എന്നുള്ള മുലാരിയായ ഫെയിലിന് എന്താണ് ഇറാബ് എന്ന് പറയാൻ പറ്റുമോ? യഹ്ബു എന്ന മുലാരിയായ ഫിഅലിന് ഇറാബ് എന്താണ്? ജുംലക്ക് നസ്ബാണെന്ന് പറഞ്ഞു. മുലാരിയ ഫെയിലിന് എന്താണ് ഇറാബ്? ആരെങ്കിലും പറയൂ. നേരത്തെ അഹദ അലിയുൻ യുദാക്കിറു എന്ന് പറയുമ്പോൾ യുദാക്കിറു എന്നതിന് എന്താണ് ഇറാബ്? ആ ഫെയിലിന്, ജുംലക്കല്ല മുലാരിയായ ഫെയിലിന് ഒരു ഇറാബ് ഉണ്ടാവില്ല. എന്തായിരിക്കും? റഫ് ആണ് അല്ലേ. യുദാക്കിറു എന്ന് പറയുമ്പോൾ ലോയറത്തായ ലമ്മത്ത് കൊണ്ട് റഫാണ്. യഹ്ബു എന്ന് പറയുമ്പോഴോ അവിടെ എങ്ങനെ റഫ് ഉണ്ടാവുക? യഹ്ബു അല്ല, നൂന് കളയണമെങ്കിൽ നൂന് കളയുന്നത് അംസലത്തുൽ ഹംസയിലാണ് നൂന് കളയാം. അതേതാണ്? യഫ് അലാനി. അതെ, മുക്കദ്ദറാണ് കേട്ടോ, മുക്കദ്ദറിലാണ്. അവസാനത്തെ വാവുമ്പിൽ മുക്കദ്ദറായ ലമ്മത്തോണ്ട് റഫ്. നൂന് കളയലെപ്പോഴാണ്? യഫ് അലാനി, തഫ് അലാനി, യഫ് അലൂന, തഫ് അലൂന, തഫ് അലീന, ഇങ്ങനെ 5 രൂപങ്ങളിലാണ്. ഇവിടെ ഇപ്പോൾ യഫ് അലു എന്നുള്ള വസനാണ്, യഫ് അലു എന്നുള്ള രൂപമാണ്. യഫ് അലാനും യഫ് അലൂന ഒന്നുമല്ല. കാരണം തിഫ്ലി എന്ന് പറയുന്ന ഒറ്റ ആളല്ലേ ഉള്ളൂ, അതിലേക്ക് മടങ്ങുന്ന ലമീറാണ് യഹ്ബു. പിന്നെ യഹ്ബുവാനി, യഹ്ബൂന എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് നൂന് കളഞ്ഞുകൊണ്ട് നൂന് കളഞ്ഞുകൊണ്ട് നെസ്ബും ജറൊക്കെ ഉണ്ടാവുക. ഇത് റഫ് ഏതായാലും നൂന് കളഞ്ഞിട്ട് ഉണ്ടാവില്ല കേട്ടോ, വേറെ റഫ് ഏതായാലും നൂന് സ്ഥിരപ്പെടുത്തിയിട്ടേ ഉണ്ടാവുള്ളൂ ഈ അംസലത്തുൽ ഹംസയിൽ. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. അൻഷ മുഹമ്മദുൻ യുൻഷിദു. അൻഷ മുഹമ്മദുൻ, മുഹമ്മദ് ആരംഭിച്ചു. യുൻഷിദു
പാട്ട് പാടാൻ ആരംഭിച്ചു. ഇൻഷാദ് പാട്ട് പാടാൻ ആരംഭിച്ചു. മുഹമ്മദ് എന്നുള്ളതാണ് അൻഷാദിൻ്റെ ഇസ്മ്. യുൻഷിദു എന്നുള്ള ജുംല ഖബറാണ്. പിന്നെ അടുത്ത ഉദാഹരണം വതുഫിഖാ യഖ്സിഫാനി അലൈഹിമ മിൻ വറഖിൽ ജന്ന. വതുഫിഖാ ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവിയും രണ്ടുപേരും ആരംഭിച്ചു. യഖ്സിഫാനി പൊഴിച്ചിടാൻ ആരംഭിച്ചു. ഇല കൊഴിച്ചിടല്ലോ, ഇങ്ങനെ ഇല കൊഴിച്ചിടാൻ ആരംഭിച്ചു. അലൈഹിമ അവ രണ്ടുപേരുടെയും മേലിലേക്ക് മിൻ വറഖിൽ ജന്ന സ്വർഗത്തിലെ ഇലകളിൽ നിന്ന്. കാരണം ആ പഴം ഭക്ഷിച്ച സമയത്ത് അവരുടെ സ്വർഗീയമായ വസ്ത്രങ്ങൾ അഴിഞ്ഞുപോയി. പിന്നെ നാണം മറക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ഇലകൾ പൊഴിക്കാൻ ആരംഭിച്ചു. ഇല പൊഴിച്ച് ആ ഇല കൊണ്ട് മറക്കാൻ ആരംഭിച്ചു. അപ്പോൾ തുഫിഖ എന്നുള്ളത് ഇങ്ങനെ അഫ്ആലു ശുറൂഇൽപ്പെട്ട ഫീലാണ്. ഈ തുഫിഖ എന്ന ഫീലിൻ്റെ ഇസ്മ് ഏതായിരിക്കും? തുഫിഖയുടെ ഇസ്മ് എവിടെ ഏതാണ്? യഖ്സിഫാനി മുളാരിയായ ഫീലല്ലേ? യഖ്സിഫാനിയാണ് ഇവിടുത്തെ ഖബർ. തുഫിഖൻ്റെ ഖബറാണ് യഖ്സിഫാനി. ഇസ്മ് ഏതായിരിക്കും? ഇവിടെ തുഫിഖ എന്നൊരു ലമീർ ഉണ്ടല്ലോ. തുഫിഖ എന്നുള്ള ലമീറാണ് ഇവിടുത്തെ ഇസ്മ്. ആ തസ്നിയുടെ ലമീർ, ആ ലമീറാണ് ഇവിടുത്തെ ഇസ്മ്. അപ്പോൾ ആ ലമീറിന് മഹല്ല് റഫ് ആണ്. തുഫിഖയുടെ ഇസ്മാണ് എന്ന നിലക്ക് റഫ്. യഖ്സിഫാനി എന്നുള്ള ജുംല ഖബറാണ്, അതിന് മഹല്ല് നസ്ബ ഉണ്ടാവുക ആ ജുംലക്ക്. ഓക്കെ അല്ലേ? ഇവിടെ തുഫിഖ അവർ രണ്ടുപേരും ആരംഭിച്ചു എന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരാണ് ഇസ്മ്. അവർ രണ്ടുപേരും എന്താരംഭിച്ചു? യഖ്സിഫാനി ഇങ്ങനെ പൊഴിച്ചിടാൻ ആരംഭിച്ചു. യഖ്സിഫാനി ഖബറാണ്. അടുത്ത നോക്കൂ. ഷറഅൽ മുഅല്ലിമു, മുഅല്ലിമ് ആരംഭിച്ചു. യശ്റഹു ദർസ പാഠം വിശദീകരിക്കാൻ ആരംഭിച്ചു. ഷറഅൽ മുഅല്ലിമു, മുഅല്ലിമ് എന്നുള്ളത് ഷറഅൻ്റെ ഇസ്മാണ്. യശ്റഹു എന്ന ജുംല ഖബറാണ്, ഷറഅൻ്റെ ഖബർ, മഹല്ലി നസ്ബാണ്. യശ്റഹു എന്ന ഫീലിൻ്റെ മഫ്ഊലാണ് ദർസ എന്നുള്ളത് കേട്ടോ. ദർസിനെ വിശദീകരിക്കുക. യശ്റഹുവിൻ്റെ മഫ്ഊലാണ് ദർസ. മറ്റൊരു നമുക്ക് ജഅല സെയ്ദുൻ യുസല്ലി. ജഅല സെയ്ദുൻ, സെയ്ദ് ആരംഭിച്ചു. യുസല്ലി നിസ്കരിക്കാൻ ആരംഭിച്ചു. ജഅല. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അഖദ, അൻഷഅ, തുഫിഖ, ഷറഅ, ജഅല, ഇത്തരം ഈ ഫീലുകൾ, പിന്നെ നേരത്തെ പറയപ്പെട്ട ഹബ്ബ, അങ്ങനത്തെ ഫീലുകളൊക്കെ എന്തിൽപ്പെട്ടാണ്? അഫ്ആൽ ശുറൂഇൽ പെട്ടതാണ്. അതിൻ്റെ അത് ഇസ്മിന് നസ്ബും ഖബറിന് റഫ്, ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണ് ചെയ്യുക. അതിൻ്റെ ഖബർ മുളാരിയായ ഫീല് ആവൽ നിർബന്ധമാണ്. ആ ഫീലിന് കൂടെ അൻ എന്ന മസ്തരിയായ അന്ന് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെയാണ് അഫ്ആൽ ശുറൂവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ചോദിച്ചോളൂ. അതെ, എല്ലാത്തിനും ഒരേ ഒക്കത്തിനും തുടങ്ങിയെന്ന അർത്ഥം. ആരംഭിച്ചു, തുടങ്ങിയ അർത്ഥം. ഇസ്മ് ഖബറിൽ പ്രവേശിക്കുന്നു എന്നതിന് മേൽ അയക്കാനാണ് ഉപയോഗിക്കുക. അൻഷഅ മുഹമ്മദുൻ യുൻഷിദു എന്ന് പറയുമ്പോൾ അൻഷാൻ്റെ ഇസ്മു മുഹമ്മദാണ്. ഈ മുഹമ്മദ് എന്ത് ചെയ്തു? ആരംഭിച്ചു. എന്താരംഭിച്ചു? യുൻഷിദു എന്നുള്ള ഖബറുള്ളത്. ഈ ഖബറായിട്ട് വന്ന പ്രവൃത്തി, ആ പ്രവൃത്തി തുടങ്ങാൻ ആരംഭിച്ചു. ഈ ആരംഭിച്ചു എന്നർത്ഥമാണ് എല്ലാ അഫ്ആൽ ശുറൂഇനും ഉള്ളത്. ശുറൂഅ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രവേശിക്കുക എന്നാണ്. ആ പ്രവേശിക്കുക എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലുകൾ, അതാണ് അഫ്ആൽ ശുറൂഅ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫീലുകൾ ഒരുപാട് എങ്ങനെ? അല്ല, അൻഷ അഫ്ആൽ ശുറൂഅ് ആയിട്ട് വരുമ്പോഴാണ് ഈ അർത്ഥമുള്ളത്. അതിനെ പറഞ്ഞ അൻഷ എൻ്റെ ഖബറായിട്ട് ഇപ്പോൾ യുൻഷിദു എന്നുള്ള മുളാരിയായ ഫീലൊക്കെ വരുമ്പോഴാണ് ഈ അൻഷ ഇത് അഫ്ആൽ ശുറൂഅ് ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ യുൻഷിദുവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇങ്ങനെ വെക്കാം. ഇപ്പോൾ അൻഷ മുഹമ്മദുൻ ബൈത്തൻ എന്നാണെങ്കിൽ ആ യുൻഷിദുവിൻ്റെ മുളാരിയായ ഫീലിൻ്റെ സ്ഥാനത്ത് മുളാരിയ ഫീലല്ലാതെ
ഒരു ബൈത്ത് എന്നുള്ള സാധാ ഇസ്മൊക്കെ ആണെങ്കിൽ അപ്പോൾ അൻഷാ എന്നുള്ള എന്തല്ല അഫ്ആലു ശുറൂ അല്ല, അർത്ഥം തന്നെ മാറി. അൻഷാ എന്ന ഉണ്ടാക്കി എന്ന അർത്ഥമുണ്ട്. അൻഷാ മുഹമ്മദിൻ ബൈത്തൻ, മുഹമ്മദ് വീട് നിർമ്മിച്ചു എന്നായി അർത്ഥം. അവിടെ അഫ്ആലു ശുറൂ അല്ല. അപ്പോൾ നെസ്ബുണ്ട്. നെസ്ബ് യുൻഷിദു എന്ന ആ ജുംലക്കാണ് നെസ്ബുള്ളത്. ജുംലക്ക് നെസ്ബ് ആവുമ്പോൾ മഹല്ലിലാണ് ഉണ്ടാവുക. യുൻഷിദു എന്ന മുദാരിയായ ഫിഅല് അല്ല ഖബർ. ആ മുദാരിയായ ഒരു ഫീലുണ്ട്, ആ ഫീലിൽ ഒരു ലമീറുണ്ട്. ഈ ലമീറൊക്കെ അടക്കമുള്ള ജുംല ഉണ്ടല്ലോ, ഈ ഫീലിയായ ജുംലയാണ് ഖബർ. ജുംല ഖബറാകുമ്പോൾ ജുംലക്ക് മഹല്ലിലാണ് ഇറാബ് ഉണ്ടാവുക. അതേസമയത്ത് ഈ യുൻഷിദു എന്ന മുദാരിയായ ഫീലിന് റഫ് തന്നെയാണ്. കാരണം അതിൻ്റെ മുമ്പ് എന്തില്ല, നെസ്ബ് ചെയ്യുന്ന ആമിലുകളോ അല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്ന ആമിലുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മുദാരിയ ഫീൽ പിന്നെ റഫ് ഉണ്ടാവുക, ആ റഫാണ് ഉണ്ടാവുക. മുദാരിയ ഫീൽ ഒറ്റക്കല്ല ഖബർ, ഫീലും ഫായിലൊക്കെ കൂടെയുള്ള ആ ജുംലയാണ് ഖബർ. ജുംലക്ക് ഇറാബ് നെസ്ബാണ്, അത് മഹല്ലിലാണ് ഉണ്ടാവുക. യശ്റഹു ദർസ എന്ന് പറയുന്നത് ഖബറാണ്, യശ്റഹു മാത്രമാണ്? യശ്റഹു മാത്രമാണ് ഖബർ. യശ്റഹു മാത്രം കൊണ്ടാണ് ജുംല പൂർത്തിയായല്ലോ. പിന്നെ യശ്റഹുവിൻ്റെ മഫ്ഊലാണ് ദർസ. ആ ദർസ എന്നുള്ള മഫ്ഊൽ ഇല്ലെങ്കിലും ഇവിടെ ജുംലയായിട്ടുണ്ട്. യശ്റഹു എന്നുള്ള മുദാരിയ ഫീലും അതിൻ്റെ ഉള്ളിലൊരു ലമീറുണ്ട്, മുഅല്ലിമിലേക്ക് മടങ്ങുന്നൊരു ലമീറുണ്ട്, ഹുവ എന്ന ലമീർ. അത് മാത്രം മതി ജുംല ആവാൻ. അപ്പോൾ യശ്റഹുവാണ് ഖബർ. ഇനി ദർസ എന്നുള്ളത് ആ ഫീലിൻ്റെ അർത്ഥം പൂർത്തിയാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് മഫ്ഊലുകൾ എത്രയും നീട്ടി പറയാലോ. ഷറാൽ മുഅല്ലിമു യശ്റഹു ദർസ ഫിൽ മസ്ജിദി ബയ്യിനൻ എന്നൊക്കെ കൊണ്ട് ഹാലും തമ്മീസും മഫ്ഊലു ഫി മുത്ലഖും ഒക്കെ ഇങ്ങനെ കുറേ വിശദീകരിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ എത്ര വിശദീകരിച്ചാലും ജുംലയാവാൻ ആവശ്യമായത് യശ്റഹു എന്ന ഫീലും അതിൻ്റെ ഉള്ളിൽ ലമീറും മാത്രമാണ്. ഫീലും ഫായിലും മാത്രമാണ് ജുംല ആവാൻ ആവശ്യമുള്ളത്. അപ്പോൾ അതാണ് അടുത്ത ഖബർ. ബാക്കിയൊക്കെ പിന്നെ അതിൻ്റെ മുതഅല്ലഖാത്തുകളായിട്ട് വരും. അതേപോലെ തന്നെ അൻഷാ എന്നുള്ളിടത്ത് യുൻഷിഉ എന്നൊക്കെയാണ് ഉള്ളതെങ്കിൽ, അൻഷാ എന്നുള്ള മാദി അല്ലാതെ മറ്റു രൂപങ്ങളിലാണ് വന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അത് അഫ്ആലു ശുറൂ അല്ലാന്ന്. കാരണം അഫ്ആലു ശുറൂ ആണെങ്കിൽ മാദിയായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ മാദിയായിട്ടാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഖബറായിട്ട് വന്നത് മുദാരിയ ഫീലടങ്ങുന്ന ജുംലയാണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ അഫ്ആലു ശുറൂ ആവുള്ളൂ. അല്ലാത്ത കോലങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അഫ്ആലു ശുറൂ അല്ല എന്ന്. ഈ രൂപത്തിലാണ് വന്നതെങ്കിൽ അഫ്ആലു ശുറൂ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാ നമുക്കിനിയിപ്പോൾ സമയം വൈകിട്ടുണ്ട് കേട്ടോ, 6 മണിയായി. ബാക്കി നമുക്ക് അഫ്ആലു മുഖാറബയും അഫ്ആലു റജാ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായാലും ചെറിയ ഒരു തിരക്കുണ്ട്. വേറെ സംശയങ്ങൾ ഇപ്പോൾ പറഞ്ഞുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?